ഞങ്ങളടുത്ത് അഭിപ്രായ വ്യത്യാസം വരിക ഇടപെടുകയും ചെയ്തില്ല. സ്വാഭാവികമായിട്ട് ആ മർദ്ദനം ഒഴിവാക്കേണ്ടതായിരുന്നു. പക്ഷെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ആ ബസ് സർവീസ് മുടങ്ങിയിട്ടുമില്ലെന്ന്, ആ ജീവനക്കാരൻ അഡ്മിറ്റ് ആയിട്ടുമില്ല, ഒരു സംഭവം ഉണ്ടായില്ല. ആ ബസ് തുടർന്ന് സർവീസ് പോയി. ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ള ആളുകളോട്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കറിയാം ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവാം എന്നുള്ള നിലയിലാണ് വർത്തമാനം പറയുന്നത്. ഒരു സംഘർഷ സ്ഥലത്തേക്ക് ഒരു ബസ് കയറി വന്നാൽ, ഈ സംഭവത്തിനകത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം കയറി വന്നാൽ പിള്ളേർ സ്വാഭാവികമായിട്ടും നമുക്കാർക്കും നിൽക്കാൻ, അത്രയും കുട്ടികൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്റ്റാൻഡിനകത്ത് യോഗം നടന്നേണ്ട 1/4 മണിക്കൂറുണ്ട്. മീഡിയാസ് എല്ലാം ഉണ്ടല്ലോ. ഒരു ബസ്സുകാർക്ക് നേരെയോ ഒരു ജീവനക്കാർക്ക് നേരെയോ ഒരു കയ്യേറ്റമോ മോശമായ ഒരു വാക്ക് ഉപയോഗിക്കൽ പോലും സ്റ്റാൻഡിനകത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ മർദ്ദിക്കുന്നവരല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് SI ഒരു പിള്ളേർ കൂടിയിട്ടുണ്ട്. ഇവിടെ ഈ ഇൻസിഡന്റ് അറിഞ്ഞിട്ട് കുട്ടികൾ കൂടിയിട്ടുണ്ട്. കുട്ടികൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറയും, കോട്ടയത്തോട്ട് മാറ്റി. അത് കറക്റ്റാണ്, നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്ത്. അത് സാധാരണ പോലീസ് ചെയ്യുന്നതാണ്. ഈ രണ്ട് ഗ്രൂപ്പും കൂടെ ഒരു ആരും അവിടെ ചെന്ന് അവരോട് ആവശ്യപ്പെട്ടതല്ല നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണം. നമ്മളെ വിളിച്ചു വരുത്തി അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു നാഥൻ വേണം, ഇതിന് നടത്താൻ ഒരാൾ വേണം എന്ന് പറഞ്ഞു. ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് BMS ആണ്, ഞങ്ങൾ ചുമതലയായിട്ട് നിൽക്കുന്നു, അവരാരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. അങ്ങനെയാണ് ഞങ്ങൾ സാറിന് പറഞ്ഞില്ലേ, പ്രകടനം നടത്തി. ഞങ്ങൾ ഒരു പ്രകോപനം ഉണ്ടാക്കിയല്ല, ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഈ ഉപദ്രവിച്ചവരെ, മൃഗീയമായിട്ട് മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. ഇത് മാത്രം ഞങ്ങൾ പറയട്ടെ, റിമാൻഡ് ചെയ്യണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിനപ്പുറം വേറൊരു ആവശ്യം ഞങ്ങൾക്കില്ല, വേറൊരു പരാതിയില്ല ഞങ്ങൾക്ക്. അപ്പം വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? കൺസ്ട്രക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം, അത് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ല. അതിന്റെ നോംസ് വേറെയാണ്. അതിന് നമുക്ക് വേറെ ദിവസം ഇരുന്ന് അത് തീരുമാനിക്കാം, കുട്ടികളുടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു കുട്ടി ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ആണ് അവരുടെ ബന്ധുവിനെ പറഞ്ഞു. അതാണ് ഒരു ആദ്യത്തെ സംഘർഷം ഉണ്ടായത്. അതിന് കുട്ടിയുടെ മാത്രമാണ് നമുക്ക് മൊഴിയെടുക്കാൻ പറ്റിയത്. കുട്ടിയുടെ മൊഴിയെടുത്തിട്ട് കേസ് എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ആരൊക്കെ ഇൻവോൾവ് ആണോ അവരെല്ലാം നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഇൻസിഡൻറ്റും സംഭവിച്ചു. അതിനകത്ത് വ്യക്തമായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. ആരൊക്കെ അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നുള്ളത്, 2 പേരെ ഉപദ്രവിച്ചു എന്നുള്ളത്. അതിൻ്റെ 2 പേരുടെ മൊഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ള കേസ് എടുത്തിട്ടുള്ളത്. റൈറ്റിംഗ് ഉണ്ട്, റിസ്ട്രെയിനിങ് ഉണ്ട്. അതെ, അതിനകത്തൊന്നും യാതൊരു ഇതില്ല. കാരണം അവരെ പോലീസ് അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിനി ഒരു ആർഗ്യുമെന്റ് പറയുന്നത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് പറയാം. 2 കേസിലും, രണ്ടാമത്തെ കേസിൽ വളരെ വ്യക്തമായിട്ട് വീഡിയോ വിഷ്വൽസ് ഉണ്ട്. അവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഇത്രയും ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ലിസ്റ്റ് തന്നുള്ളത്. അവർ ലിസ്റ്റ് നോക്കിയിട്ടല്ല പോലീസ് ചെയ്യുന്നത്. ലിസ്റ്റ് എന്ന് പറയുന്നത് അത് വെച്ചിട്ടല്ലോ പോലീസ് ആരൊക്കെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഐഡന്റിഫൈ ചെയ്ത പോലീസ് അത് ഐഡന്റിഫൈ ചെയ്തു. അവർക്ക് താക്കീതും അവർക്ക് ഇനി ആവർത്തിക്കാറുണ്ട്. ഇനി പാലാ സ്റ്റാൻഡിൽ ഇപ്പം 1-2 വട്ടമൊന്നുമല്ല. കാരണം പാർട്ടി ഓഫീസ് അവിടെ ഇരിക്കുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും അന്നേരം കയറി തൊഴിലാളികളെ അത് തൊഴിലാളികൾ പ്രകോപിപ്പിക്കാൻ സാധിക്കും. യോഗം നടന്നേണ്ട അവസാനം സംഭവം ഉണ്ടാകുന്നത് ഉൾത്തിരിഞ്ഞ അവസാനത്തെ തീരുമാനം എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് അക്രമം നടത്തിയ 2 വിഭാഗം ആൾക്കാർ നമ്മൾ മുഖം നോക്കാണ്ട് നടപടിയെടുക്കുക. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ അവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ ഒഫൻസിനനുസരിച്ചുള്ള കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. നാളെ മുതൽ പഴയ പോലെ തന്നെ നമ്മൾ ബസ് സർവീസ് പുനരാരംഭിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ഒരു